ഇപ്പൊ പറഞ്ഞത്? ഒന്നും സംഭവിച്ചില്ലെന്നോ? അപ്പൊ ഞാൻ പിന്നെ ആരായി? ഒന്നും സംഭവിച്ചില്ലെന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും എന്നെ നിർബന്ധിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ടില്ലേ എനിക്ക്? ഞാൻ ഇനി എന്ത് ചെയ്യണം? വേണം എന്റെ കുട്ടിയെ കൊണ്ട് മരിക്കണോ? അമ്മ ഇവളെന്തോ വലിയ കള്ളത്തറി പറഞ്ഞിട്ട് പോയത്. അച്ഛാ ഞാനല്ല അമ്മ, സത്യമായിട്ട് ഞാനല്ല. ചുമയെന്ന് കിടന്നുവല്ലാതെ. കുടുംബത്തിന്റെ മാനം കളഞ്ഞില്ലോടാ. കൊണ്ടുപോകണം നിന്നെ എന്റെ മുമ്പില്. അമ്പിക, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. കഷ്ടം, ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ നിങ്ങൾ. ഇനി വേണ്ട, ഇനി നിങ്ങളെ കാണുക പോലും വേണ്ട എനിക്ക്. അഭിനയമൊക്കെ കൊള്ളാം, പക്ഷെ അതിങ്ങനെ ആയിരുന്നില്ലടാ വേണ്ടത്. ഒരബദ്ധം പറ്റിപ്പോയി, ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കണമായിരുന്നു. അച്ഛൻ എന്താ ഈ പറയുന്നത്? എനിക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല. അതെനിക്കറിയാം, അബദ്ധമല്ല. നീ കരുതിക്കുട്ടി ഒപ്പിച്ച പണിയല്ലേ. എന്നെയാ നീ തൊഴേണ്ടത്. ഈ വിദ്യയൊക്കെ പറഞ്ഞു തന്നത് ഞാനല്ലേ. ഇനി എന്താ വേണ്ടതെന്ന് കൂടി അച്ഛൻ പറഞ്ഞു തരാം. വേണ്ട, അവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് കളാ, നിന്റെ സ്ഥിരം വേലത്തരമൊന്നും എന്റെ അടുക്ക എടുക്കണ്ട. ഇതിലും വലിയ കളരിയിലെ ഹരിശ്രീ കുറിച്ച് ആടാ നിന്റെ അച്ഛൻ. അച്ഛൻ, ഞാൻ പറയുന്നത് അവിടെ ഞാൻ ആ രീതി തൊട്ടിട്ട് പോലുമില്ല. ഞാൻ ഓഫായി കിടന്ന് ഉറങ്ങിപ്പോയില്ലേ? ഓഫായി എന്ന് പറഞ്ഞാ മതി, ഉറങ്ങിയിട്ടില്ല. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഒരുപാട് കഴിച്ചാ തലേന്ന് നടന്ന ഒന്നും നമുക്ക് ഓർമ്മ വരത്തില്ല. അച്ഛൻ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എത്ര മദ്യപിച്ചാലും ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കില്ലേ? ഞാനല്ല. പിന്നെ ആരാടാ? അത് ഞാനിപ്പോ എങ്ങനെ അറിയണേ? എടാ ചെറുക്ക, നിന്റെ കള്ളത്തരമൊന്നും എന്നോട് വേണ്ട. എന്റെ ഊഹം ശരിയാണെങ്കിൽ അന്ന് വെളുപ്പാങ്കാലമായി നീ ഉറങ്ങിയപ്പോ അതാ പുലർച്ചയ്ക്ക് എഴുന്നേക്കാൻ പറ്റാതായത്. അല്ല. അതെ, മിക്കവാറും ഇനി അമ്പിയെ ഇവിടെ നിൽക്കത്തില്ല. ബന്ധം വേർപെടുത്തിയിട്ട് ഗീതുവിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്കടാ. നിനക്കിപ്പോ നല്ല സമയമാ, രാജയോഗം. അച്ഛ, അയ്യോ, എന്റെ തലയിലായി. പേഷ്യന്റ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്, ഇനി പേടിക്കാനില്ല. ബ്ലീഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്? ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, നിന്നു. ക്ലോട്ട് ചെയ്തിട്ടൊന്നുമില്ല. ബോധം തെളിഞ്ഞോ? ഇല്ല, കോൺഷ്യസ് ആയിട്ടില്ല. സമയമെടുക്കും, ബട്ട് പേടിക്കാനൊന്നുമില്ല. ആക്സിഡന്റിലെ ആഘാതത്തെക്കാൾ മറ്റെന്തോ ഭയപ്പാടിലാണ് മൈന ഇപ്പോഴും. ബ്രീത്തിങ്ങിൽ അത് അറിയുന്നുണ്ട്. ഡോണ്ട് വറി, ഇനി പെട്ടെന്ന് ശരിയായിക്കോളൂ. ഈശ്വര, സമാധാനമായി. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു, അതിന്റെ ഫലമാ. അതെനിക്ക് തോന്നുന്നില്ല ശാലതേ. അങ്ങോട്ട് വന്നതിന് ശേഷം ഇത് രണ്ടാമത്തെ അപകടമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സത്യമുണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. അല്ലെങ്കിലും ഞങ്ങളെപ്പോഴും കുറ്റപ്പെടുത്തല്ലേ ഉള്ളൂ. കുറ്റപ്പെടുത്തു അർജുന. കഴിഞ്ഞ തവണ ആശുപത്രി വിട്ട് പോകുമ്പോ ഞാൻ പേ ചെയ്ത കാശ് എന്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് നീ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്നെ നെഞ്ചത്തിരുന്ന് പൊള്ളുന്നുണ്ട്. നിന്നെ മാത്രമല്ല, നിന്റെ അഹങ്കാരത്തിന് കൂട്ടു നിൽക്കുന്ന നിന്റെ ഈ ചേച്ചിയും ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നീ എന്തിനാ അർജുന കാശ് കൊടുക്കാൻ പോയത്? ഇനി വേണ്ട. ഇത്തവണ IPS തന്നെ ബില്ല് അടച്ചോട്ടെ. പൂത്ത കാശില്ല അയാളുടെ കയ്യില്. കാശ് കൊണ്ടല്ല, മനസ്സുകൊണ്ട് അളക്കണം. മനസാക്ഷി കൊണ്ട് അളക്കണം മനുഷ്യനെ. ഗീതു, കുടുംബത്തിന്റെ ആണിക്കല്ല ഇപ്പൊ ഇളകിയിരിക്കുന്നത്. അതിന് കാരണക്കാരി നീയാ. ഞാനൊരു തെറ്റ് ചെയ്തു. വേണുവിനെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. അത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ശ്രദ്ധിക്കേണ്ടത് നീയായിരുന്നു.
ഭാര്യയും കുഞ്ഞുള്ള ഒരുത്തിനെ സ്നേഹിക്കാൻ അങ്കിളല്ല ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും അനുസരിക്കരുതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വേണുവിനെ എനിക്ക്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇനി പറയണ്ട. എനിക്കറിയേണ്ടത് ഒറ്റ കാര്യമാണ്. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് വേണുഗോപന്റെ കാണോ? അവൻ തറപ്പിച്ചു പറയുന്നു അല്ലെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. ആന്റി ഇത്രയും വലിയൊരു കാര്യം കള്ളം പറയോ? ദീർഘമായ ഒരു മറുപടി വേണ്ട എനിക്ക്. അവന്റെ കുട്ടിയാണോ അല്ലയോ? ഒറ്റ ഉത്തരം മതി. അതെ, വേണുവിന്റെ കുഞ്ഞ് തന്നെയാ. അവൻ തന്നെയാ സാവിത്രി. പാതിരാത്രിക്ക് മുറിയിൽ കയറി വരുന്നത് ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങളാണോ അവനെ കയറ്റിവിട്ടത്? അല്ല. പിന്നെ പാതിരാത്രിക്ക് ഈ മുറിയുടെ വാതിൽ നിങ്ങൾക്ക് എന്തായിരുന്നു പണി? അയ്യേ, ഞാൻ വന്നൊന്നുമില്ല. താഴേന്ന് പതുങ്ങി അവൻ കയറി വരുന്ന കണ്ടപ്പോ സംശയം തോന്നി ഒന്ന് പുറകെ വന്നതാ. ഇതിന്റെ എല്ലാ സൂത്രധാരൻ നിങ്ങളാ, അതെനിക്കറിയാം. ഒക്കെ ശരിയാവും മോളെ, നീ ധൈര്യമായിട്ടിരിക്കേ. ഇനിയൊരു ശല്യമായിട്ട് ഞാനും എന്റെ മോളും ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ സിദ്ധുവേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നെ വന്ന് കൊണ്ടുപോയിക്കോളും. നിന്നോട് ഞാൻ പോവാൻ പറഞ്ഞോ? എത്ര തവണ പറഞ്ഞു? ഒന്ന് ഒഴിവായി കിട്ടാൻ എന്തെല്ലാം ഓഫർ തന്നു. എനിക്കൊന്നും വേണ്ട. കൂലിപ്പണി എടുത്തായാലും എന്റെ മോളെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ നല്ലവനല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ കൂടെ കൂടിയത്. കല്യാണം കഴിഞ്ഞാലെങ്കിലും മനസ്സ് മാറൂന്ന് വിചാരിച്ചു. ഇനി വേണ്ട. ബന്ധം വേർപ്പെടുത്താൻ എനിക്ക് സമ്മതമാണ്. എനിക്ക് സമ്മതമല്ല. സമ്മതിച്ചേ പറ്റൂ. എനിക്കിനി നിങ്ങളെ വേണ്ട. എനിക്ക് വേണം. വേണ്ട. ഇപ്പൊ ഗീതു ഗർഭിണി. ഇനി ആരൊക്കെ ഉണ്ട് ലിസ്റ്റില്? അവളുടെ ഗർഭം എന്റെ അല്ല. എത്ര തവണ പറഞ്ഞു ഞാൻ. ഇത് തന്നെയാ നിങ്ങൾ എന്റെ മോളെ കുറിച്ചും പറഞ്ഞത്. സ്വന്തം മോളല്ല, ഞാൻ ചീത്തയായിട്ട് നടന്ന് സൃഷ്ടിച്ചതാണെന്ന്. ചില ബലഹീന നിമിഷങ്ങളിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ അല്ല ഇത്. ഇത് ശരിക്കും എന്റെ കുഞ്ഞല്ല. അപ്പോ എന്റെ മോള് ശരിക്കും നിങ്ങളുടെ കുഞ്ഞാണെന്ന് സമ്മതിച്ചല്ലേ? സന്തോഷമായി. അറിയാതെയാണെങ്കിലും ഉള്ളിലുള്ളത് പുറത്തു വന്നല്ലോ. ഇനി എനിക്ക് മനസ്സമാധാനത്തോടെ പോവാം. എങ്ങോട്ട് പോവാൻ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. ഡിവോഴ്സ് ആയ പിന്നെ ഒരു ബന്ധവും ബാക്കിയില്ല. നീ ഇപ്പോ ഡിവോഴ്സ് വാങ്ങിച്ചു പോയാ ഗീതു എന്റെ തലയിലാവും. ഒരു ഭർത്താവിനെ രക്ഷിക്കേണ്ടത് ഭാര്യയുടെ കടമയാണ്. എന്റെ കൺമുന്നിൽ വെച്ച് ഒരു രാത്രി അവൾക്കൊപ്പം കിടക്ക പങ്കിട്ട നിങ്ങളെ രക്ഷിക്കേണ്ട കടമ എനിക്കില്ല. കിടക്കി പങ്കിട്ടു എന്ന് പറഞ്ഞ ഉറങ്ങിപ്പോയില്ലേ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സത്യം അറിയാവുന്ന എനിക്കല്ലേ. സത്യത്തില് അന്നെന്താ നടന്നെന്ന് ഞാൻ പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. നീ കേൾക്കണം. കേട്ടേ പറ്റൂ. ഞാൻ ഒരു 3-4 വീശിട്ട് അകത്തോട്ട് പോയത്. അവിടെ ചെന്നിട്ട് വീണ്ടും കുടിച്ചു. കള്ളുകൂടിയൻ ആദ്യമായിട്ടൊരു പെണ്ണിന്റെ മുറി കയറി വരുന്നത് ഇങ്ങനെയാണോ? നീയും ഈ ലഹരിയും കൂടെ ആവുമ്പോ ഈ രാത്രി പുലരുന്ന ഞാൻ അറിയില്ല. അംബിക എഴുന്നേറ്റ് വരുവോ? അവള് നല്ല ഉറക്കത്തില്ല. ഇതാ, ഈ ലഹരി ഇഷ്ടമാണെങ്കിൽ ഞാൻ എതിർക്കില്ല. സത്യം. വേണുവിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ എതിര് നിൽക്കില്ല. നിനക്കെന്തത്രയ്ക്ക് നാണം? നാണിക്കാതെ പിന്നെ. ആദ്യമായിട്ട് ഒരാണിനൊപ്പം ഇത്ര അടുത്തിരിക്കുന്നു. ഇനി ഞാൻ വേണുവിനെ ആർക്കും വിട്ടുകൊടുക്കില്ല, അംബികയ്ക്ക് പോലും. അംബികയെ ഉടനെ ഞാൻ ഉപേക്ഷിക്കും. ഇനി എന്റെ ജീവിതം നിനക്കുള്ളതാ. എങ്ങനെയാ അവളെ ഉപേക്ഷിക്കുക? പോകാൻ അവള് സമ്മതിക്കില്ല. അറ്റകൈക്ക് അച്ഛനൊരു പണി കണ്ടു വച്ചിട്ടുണ്ട്. എന്താ അത്? അത് പറയാൻ പാടില്ല. ഓ, എന്നോട് പറഞ്ഞൂടെ? നിന്നോട് പറയാം. അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. ഇമ്മോറൽ ട്രാഫിക്കിന്. ഈ പരപുരുഷ ബന്ധം തെളിഞ്ഞാലേ എളുപ്പം ഡിവോഴ്സ് കിട്ടും. ചതിയന്മാരല്ലേ അച്ഛനും മോനും? നിന്നെ ചതിക്കില്ല ഗീതു.
നീ എന്റെ പൊന്നാ. ദാ, നീ ഒന്നുകൂടെ ഒഴിച്ചേ. ഇനി മതി കുടിച്ചത്. ആ, ഒന്നുകൂടെ, അത് മതി. വേണു, വേണു, നീ എന്റെ പെണ്ണാ, നീ എന്റെ പെണ്ണാ, വേണു. എന്റെ മാത്രം പെണ്ണ. ഇതാ സംഭവിച്ചത്. ഇതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ വിശ്വസിക്കില്ല വേണുവേട്ടാ. നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. എന്താ? നിങ്ങൾ അവളെ പുന്നാരിച്ചു, ഇല്ല. നെഞ്ചിൽ ചേർത്ത് കിടത്തി ലാളിച്ചു. ഇല്ല. ഞാൻ വിശ്വസിക്കില്ല വേണുവേട്ടാ. നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. എന്താ? നിങ്ങൾ അവളെ പുന്നാരിച്ചു, ഇല്ല. നെഞ്ചിൽ ചേർത്ത് കിടത്തി ലാളിച്ചു. ഇല്ല. പിന്നെ കയ്യും മെയ്യും മറന്ന് എന്തൊക്കെയോ കാണിച്ചു. എന്റെ അമ്മയാണ്, ഞാൻ കൈ എടുത്തിട്ട് പോലുമില്ല. പിന്നല്ലേ മെയ്യ്. ഇത് എന്റെ കൊച്ചല്ല. ഛേ, ഹരി, എങ്ങനെയുണ്ട് മൈനയ്ക്ക്? ക്രിട്ടിക്കൽ സ്റ്റേജ് ഒന്നുമില്ല. അല്ല, ആരാ അപകടപ്പെടുത്തിയത്? അറിയില്ല. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഹരിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയിക്കാനാണെങ്കിൽ ആരെ വേണമെങ്കിലും സംശയിക്കാം. വല്ലാതെ വിചിത്രമായി തോന്നുന്നു അല്ലേ ഹരി? അതെ, ഇതുവരെ കുടുംബക്ഷേത്രത്തിലൊന്നും പോകാത്ത ആ കുട്ടിക്ക് ഇപ്പൊ അങ്ങനെ തോന്നിയത് തന്നെ വിചിത്രം. പിന്നെ അവിടെ റൂം എടുക്കുക, ആക്രമിക്കാനായി ആളുകൾ വരിക എന്നൊക്കെ പറഞ്ഞ അതൊരു പ്രീ പ്ലാൻഡ് അറ്റംപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. എനിക്ക് അതിശയം അതല്ല. മാനസികം സിദ്ധാർത്ഥനും അവിടെ റൂം എടുത്തു കൊടുത്തത് ഹരിയ. അതേ സ്ഥലത്ത് തന്നെ മൈനയും അർജുനും വരുന്നു. രാത്രി മൈനയെ ആരൊക്കെയോ ആക്രമിക്കുന്നു. അവൾ ഓടി വന്ന ആക്സിഡന്റ് ആവുന്നു. ആ കൃത്യസമയത്ത് ഇവിടെ നിന്ന് മൈലുകൾ ദൂരമുള്ള ആ സ്ഥലത്തേക്ക് SP ഹരിശങ്കറിന്റെ വണ്ടി ഓടിയെത്തുന്നു. എല്ലാം ഒരു നാടകം പോലെ തോന്നുന്നു. എന്താ നീ ഉദ്ദേശിച്ചത്? എന്നെ കുറിച്ച് നീ എന്താ വിചാരിച്ചത്? വിചാരിച്ചതൊക്കെ തെറ്റായി പോയോന്നൊരു തോന്നല എനിക്ക്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആഴിമല റൂട്ടിൽ പോവേണ്ട കാര്യം എന്താ ഹരിക്ക്? ഒരു കേസ് സംബന്ധമായി പോകേണ്ടി വന്നു. ഞാൻ തനിച്ചൊന്നുമല്ല, SI തമ്പിയും മറ്റ് പോലീസുകാരും ഉണ്ടായിരുന്നു എന്റെ കൂടെ. എന്തിനു പോയി? ഹരിയുടെ അധികാര പരിധിയിൽ പെടുന്നതല്ലോ ആ സ്ഥലം. ഒരു പോലീസുകാരന്, പ്രത്യേകിച്ചും ഒരു പോലീസ് സൂപ്രണ്ടിന് പല കേസുകളിലും ഇൻവോൾവ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിന് കേരളം വിട്ടു തന്നെ പോകേണ്ടി വരും. അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ബോധിപ്പിക്കണ്ട, എന്നോടൊന്നും പറയാൻ വേണ്ട. മൗനത്തിൽ നിന്നും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നീ എന്ത് മനസ്സിലാക്കിന്നാ? ചീറ്റിംഗ്, മനഃപൂർവ്വം കരുതി കൂട്ടിയുള്ള വഞ്ചന. ഗൗരി, അലറണ്ട. ഈ ആവേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ 1-2 തവണ വരുമ്പോഴൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നു. മനഃപൂർവ്വം കാണാതിരുന്നതാ. ദേഷ്യം കൊണ്ടൊന്നും ആയിരുന്നില്ല. എന്റെ മകൻ ചെയ്ത തെറ്റുകൾ വെച്ച് നോക്കിയാ നീയാണ് ശരി. ഇന്നെനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി. അമ്മ പറഞ്ഞോളൂ. ഇവിടെ നടന്നതൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. എന്റെ മകൻ അംബികയുടെ ഭർത്താവാ. പക്ഷെ അവന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് മറ്റൊരു പെൺകുട്ടിയുണ്ട് ഇവിടെ. അവളുടെ അവകാശവാദത്തിന് മുന്നിൽ ഉത്തരം പറയാതെ വിഷമിച്ച് നിൽക്കാൻ ഞാൻ. കാരണം അവള് പറഞ്ഞ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതാണ് എനിക്ക്. ഇനി പറ, ഞാൻ എന്താ വേണ്ടത്? ഞാനെന്താ വേണ്ടതെന്ന് അമ്മ പറയൂ. ഈ ബന്ധം ഒഴിവാക്കട്ടെ. ഞാൻ അംബികയെ കൊണ്ടുപോകട്ടെ. കൊണ്ടുപോകണമെന്നോ പോകണ്ടെന്നോ ഞാൻ പറയില്ല. അത് നിന്റെ ഇഷ്ടം. നിന്റെ സഹോദരിയുടെ ഭാവിക്ക് നല്ലതെന്താണോ അത് നീ ചെയ്യുക. ഞാൻ തടയില്ല. ഒരു കാര്യം മാത്രം നീ എനിക്ക് വാക്ക് തരണം. പണ്ടത്തെ പോലെ കൊല്ലാൻ തീരുമാനിക്കരുത്.
അതെന്റെ മകൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടൊന്നുമല്ല. നിന്റെ ജീവിതവും പോവും. അംബികയ്ക്കും കുഞ്ഞിനും പിന്നെ ആരും ഇല്ലാതാവും. അമ്മേ, മുമ്പും കൊല്ലാൻ ശ്രമിച്ചതായിരുന്നില്ല ഞാൻ. കൊല്ലാൻ വന്നപ്പോ സ്വയരക്ഷയ്ക്ക് അങ്ങ് ചെയ്തു പോയതാ. കൊലപാതകം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, തുടങ്ങുകയുള്ളൂ. പക്ഷേ അവനെ ഇങ്ങനെ വിട്ടാ ഒരു വലിയ സാമൂഹ്യ വിരുദ്ധനെ വളർത്തിയെടുക്കുന്നതിന് തുല്യാവില്ലേ അത്? ഒരു അംബികയും ഗീതവും മാത്രമല്ല, മറ്റനവധി പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട് വേണു. ഇനി എത്ര പേര് ചതിക്കുള്ളിൽ അകപ്പെടാൻ പോകുന്നു, അതമ്മ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഓർക്കും, എനിക്ക് പരിഹാരം കാണാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തിനാ ഞാൻ ആലോചിച്ചു കൂട്ടുന്നതെന്ന്. നാളെ അവൻ ആരുടെയെങ്കിലും കൈകൊണ്ട് മരിച്ചാലും അർഹിക്കുന്ന വിധിയെന്നേ ഞാൻ കരുതും. അവനെവിടെ? മുകളിലുണ്ട്. ഏട്ടാ, വഴക്കുണ്ടാക്കരുത്. ഇല്ല, നീ റെഡി ആയിക്കാം. ഇന്ന് ഇവിടുന്ന് ഇറങ്ങാം. നീ വന്ന് ഞാൻ അറിഞ്ഞു. എന്താ ഉദ്ദേശം? തല്ലാനോ അതോ കൊല്ലാനോ? രണ്ടിനുമല്ല, രക്ഷപ്പെടാൻ. നിന്നെ നിർബന്ധിച്ച് എന്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിക്കുമ്പോഴും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴെങ്കിലും നീ ഒരു മനുഷ്യനാവല്ലോ എന്ന്. നീയല്ലാതെ മറ്റൊരാളെ മനസ്സിൽ സങ്കല്പിക്കുക പോലും ചെയ്യാത്ത അംബികയുടെ കൂടെ ജീവിക്കുമ്പോ ക്രമേണ എങ്കിലും നിന്റെ മനസ്സ് മാറുമെന്ന്. അത് നടക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഞാനും എന്റെ അനിയത്തിയും നിന്റെ ദുഷ്ടതകൾക്ക് മുന്നിൽ തോറ്റു വീണു. എന്റെ പെങ്ങളെയും കൊണ്ട് ഞാൻ പോവാ. ഇന്നു മുതൽ നീ സ്വതന്ത്രനാ. തെറ്റുകളും തോന്നിയാസങ്ങളും ഒക്കെ ആയിട്ട് ഇനി നിനക്ക് എങ്ങനെ വേണമെങ്കിലും അന്തസ്സ് കേട്ട് ജീവിക്കാം. സിദ്ധാർത്ഥ, ഞാൻ നല്ലവനൊന്നുമല്ല. നീ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സ്വഭാവം നന്നാകാനും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം നീ കേൾക്കണം. ഇപ്പോൾ നീ കേട്ട വാർത്തകൾ തെറ്റാണ്. ഈ ഗീതുവിന്റെ വയറ്റിൽ വളരുന്ന എന്റെ കുട്ടിയല്ല. ഇതൊന്നും ഇനി എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അല്ലെങ്കിലും ആണെങ്കിലും ഞാൻ എന്റെ പെങ്ങളെയും കുഞ്ഞിനെയും കൊണ്ട് പോവാ. സത്യത്തിൽ നിന്റെ കുഞ്ഞല്ലാതെങ്കിൽ അത് ദൈവം നിനക്ക് തന്ന ശിക്ഷയാണ്. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ തള്ളിപ്പറഞ്ഞ നിനക്ക് ദൈവം അറിഞ്ഞുകൊണ്ട് തന്ന ശിക്ഷ. എന്തായാലും ഈ പാപത്തിന്റെ പങ്കുപറ്റാൻ ഞങ്ങളില്ല. യാചിക്കാനോ അപേക്ഷിക്കാനൊന്നും എനിക്കറിയില്ല. കഴിയുന്നെങ്കിൽ അമ്പി ഇവിടുന്ന് കൊണ്ടുപോകാതിരിക്കുക. എങ്ങനെയെങ്കിലും ഇവിടെ ഇവിടുന്ന് ഇറക്കിവിടാൻ ശ്രമിച്ചാൽ ഞാൻ ആ അബദ്ധം ഞാൻ തിരിച്ചറിയുന്നു. ഗീതുവിന്റെ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ലെന്ന് തെളിയിക്കുന്നവരെങ്കിലും അമ്പിയോടെ വേണം. അങ്ങനെ നിന്ന അമ്പിയുടെ കുഞ്ഞിനെ, എന്റെ കുഞ്ഞിനെ ഞാൻ അംഗീകരിക്കും. അങ്ങനെ ഉപാധികൾ വെച്ച് നീ അംഗീകരിക്കൊന്നും വേണ്ട വേണം. സ്വന്തം കുഞ്ഞിനെ അംഗീകരിക്കാൻ ഡിമാൻഡ് വെക്കുന്ന നിനക്ക് ഒരച്ഛനോ ഭർത്താവോ ആയിരിക്കാനുള്ള യോഗ്യതയില്ല. നീ ഞങ്ങളെ വിട്ടേക്ക്. എന്നിട്ട് നീ ആ ബന്ധം വേർപ്പെടുത്താൻ കൊണ്ടുവന്ന രേഖകൾ എന്താന്ന് വെച്ചെടുക്ക്. ഇവിടെ ഒപ്പിട്ട് തരും. ജീവനാംശോ കോമ്പൻസേഷനോ ഒന്നും വേണ്ട. എന്താ എടുക്കാനുള്ള വെച്ചാൽ എടുത്തോണ്ട് ഇറങ്ങ്. എന്താ എടുക്കാനുള്ള വെച്ചാൽ എടുത്തോണ്ട് ഇറങ്ങ്. അംബികെ, പോകരുത്. ഒരുമിച്ച് ജീവിക്കാനൊരു അവസരം ഉണ്ടാകുന്നതും തള്ളിക്കളയരുത്. എനിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട്. എന്തുപറ്റി? ഇറങ്ങുന്നില്ലേ? നീ എന്തൊന്നും മിണ്ടാത്തെ? അതല്ല, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്. ഇടി പെണ്ണെ, അവ കള്ളനാ. ഈ പറഞ്ഞൊന്നും നീ വിശ്വസിക്കണ്ട. അതല്ല. ഏതല്ല?
ഇപ്പോഴും നിനക്ക് അവനോട് സ്നേഹമാ? അതല്ലേ ഏട്ടാ, പറയുന്നത് ചിലപ്പോ സത്യമാണെങ്കിലോ? അംബികയെ, ഒരു വാക്കിൽ മനസ്സറിയുന്ന പെണ്ണ നീ എന്ന് അവന് നന്നായിട്ട് അറിയാം. നിന്റെ ഈ മനസ്സിനെ അവൻ ചൂഷണം ചെയ്യാ, കബളിപ്പിക്കുക. എന്ത് തീരുമാനിച്ചു? നീ വിളിച്ചു വരുത്തിയത് തന്നെ. വരുന്നുണ്ട് എന്റെ കൂടെ. നമുക്ക് നോക്കാം. നീ നന്നാവില്ല അംബികെ, നീ ശരിയാവില്ല. ജീവിക്ക്, ഇങ്ങനെ ആട്ടും തുപ്പും കൊണ്ട് ജീവിക്ക്. ഏട്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ആ, വിളിക്ക്. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നമ്മൾ തമ്മിലുള്ള ലക്ഷങ്ങളുടെ ഡീലിംഗാ തെറ്റിപ്പോയത്. സമാധാനം നീ പറയണം, ഇല്ലെങ്കിൽ പറയിപ്പിക്കേണ്ടി വരും എനിക്ക്. ജോണി, നിന്നെ ഞാൻ കണ്ടു തുടങ്ങിയിട്ട് വർഷങ്ങളായി. ചില്ലറ തരയിടകളൊന്നുമല്ല ഒരുമിച്ച് നടത്തിയിട്ടുള്ളതും. അതുകൊണ്ട് നീ വിരട്ടന്റെ ലൈനങ്ങ് വിട്. എനിക്കും നിനക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. പെണ്ണിനെ അർജുനൻ കൊണ്ടുവന്നതാണ്. അവൻ അവളോടുള്ള സോഫ്റ്റ് കോർണർ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും അവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ മൂവ് ചെയ്തില്ലേ? കാറിലെടുത്തി കൊണ്ടുപോയപ്പോ പെണ്ണ് വഴിയിലിറങ്ങി ഓടിയത് ആരുടെ കുറ്റം? എന്റെയാണോ അതോ നിന്റെയാണോ? കുറ്റം ആരുടേതായാലും അതിനുള്ള വിചാരണയ്ക്കുള്ള സമയമല്ലത്. പെണ്ണ് കൈവിട്ടു പോയെന്ന് പറഞ്ഞാൽ അധോലോക ബന്ധമുള്ള സേഠിക്ക് അത് മനസ്സിലാവില്ല. അവിടെ ഒരൊറ്റ നിയമമേ ഉള്ളൂ. ഏറ്റ കാര്യം ചെയ്യുക, അല്ലെങ്കിൽ മരണത്തിന് നിന്നു കൊടുക്കുക. 1 രൂപയാണെങ്കിൽ പോലും അഡ്വാൻസ് കൈപ്പറ്റിയാൽ അതൊരു ഡീലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം. പറഞ്ഞുറപ്പിച്ച കാര്യം ചെയ്തില്ലെങ്കിൽ ജീവൻ അപകടത്തില. എന്നെ മാത്രമല്ല, നിന്റെയും. ഇപ്പോ എന്ത് ചെയ്യാൻ പറ്റും അത് പറ. 2 മാർഗമുണ്ട്. അതിലൊന്നാമതാണ് സേഫ്. ആ പെണ്ണിനെ വീണ്ടും പിടിച്ചു കൊടുക്കുക. രണ്ടാമത്തേത് ഉറപ്പില്ലാത്തൊരു നീക്കമാണ്, അല്ല ജോണി? അതെ. അഡ്വാൻസ് വാങ്ങിച്ച പണം ചോദിക്കുന്ന പലിശ സഹിതം തിരിച്ചു കൊടുക്കുക. എന്തു വേണം? വാങ്ങിച്ചെടുത്തൊന്നും തിരിച്ചു കൊടുത്തുള്ള ശീലം എനിക്കില്ല. അച്ഛനത് പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് ആദ്യത്തെ വഴി തന്നെ നോക്കാം. പെണ്ണ് ഇനി തിരിച്ചു കിട്ടുമോ അറിയില്ല. അർജുനന്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയണം. കാശിന്റെ പങ്ക് അവനും പറ്റിയിട്ടുള്ളതല്ലേ? എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഈ മൈനയ്ക്ക് നമ്മുടെ ദൃഷ്ടിദോഷം കിട്ടിക്കഴിഞ്ഞു. ശ്രമിക്ക് ഒരിക്കൽ കൂടി. സിധു, എന്തെങ്കിലും ഒരു പോംവഴി കണ്ടല്ലേ പറ്റൂ. അല്ലെങ്കിൽ അംബികയും കുഞ്ഞും വഴിയാധാരം ആവില്ലേ? വഴിയാധാരമൊന്നും ആവില്ല. അവക്കും കുഞ്ഞിനും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കുഴപ്പം സംഭവിക്കില്ല. അന്തസ്സായിട്ട് ജീവിക്കും. പക്ഷേ അതല്ലല്ലോ കാര്യം. ഒരു ജീവിതം വേണ്ടേ അവക്ക്? ഏട്ടനോട് പറഞ്ഞ ആ വന്നു കയറിയ പെണ്ണിനെ അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള വഴി ഉണ്ടാക്കി തരും. അങ്ങനെ ചെയ്താലോ? അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ലല്ലോ മനസ്സേ. ഗീതു ഗർഭിണിയാ. വേണുഗോപന്റെ കുഞ്ഞ് ഗീതുവിന്റെ വയറ്റി വളരുന്നിടത്തോളം കാലം അവൾ അവകാശം പറയും. ഞാൻ ആലോചിക്കുന്നത് ഒരു ഡിവോഴ്സാ. നിയമപരമായി തന്നെ ആ ബന്ധം അങ്ങ് അവസാനിപ്പിക്കണം. ഒരു കണക്കിന് അതാ നല്ലത്. എന്തിനാ ഇങ്ങനൊരു ഭർത്താവ്? അംബികയോടും കുഞ്ഞിനോടും സ്നേഹമില്ല, സ്വന്തം കുഞ്ഞിനെ അംഗീകരിക്കുന്നുമില്ല. ഒരു ഭാര്യയുടേതായ ഒരു അവകാശങ്ങളും ഇല്ലാതെ ആ ബന്ധം കൊണ്ടു നടക്കുന്നോണ്ട് ഒരു കാര്യവുമില്ല. പിരിയുന്നതാ നല്ലത്. അതിനോ അവ സമ്മതിക്കുന്നില്ല. അതെന്താ? അംബികയെ ഞാൻ കൂടെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ. അപ്പൊ അവൻ കാല് പിടിക്കുക കൊണ്ടുപോലെന്നും പറഞ്ഞു. ആ പെണ്ണിന്റെ ഗർഭത്തിന് ഉത്തരവാദി അവൻ അല്ലാന്നാ പറയുന്നത്. കള്ളനാ? അത് വിശ്വസിക്കാൻ പറ്റില്ല. അതെ, അവനൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അവര് തമ്മിലുള്ള ബന്ധം ആ വീട്ടിൽ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. എന്തായാലും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. ഇനി വേണ്ട അവനെ. നമുക്കൊരു വക്കീലുമായിട്ട് സംസാരിക്കാൻ സിദ്ധു. അതെ, അങ്ങനെ എന്തെങ്കിലും ആലോചിക്കാം.
അമ്മ കടയിൽ പോയി ഒരു ദിവസം വള വാങ്ങി വളയുടെ നിറം എന്ത്? ഒരു അമ്മ കടയിൽ പോയി ഒരു ഡസൻ വള വാങ്ങി വളയുടെ നിറം എന്ത്? മോളെ അച്ഛൻ കൂടെ കളിക്കാം, മോളിരിക്കെ. വേണ്ട, എനിക്ക് പേടിയാ. പേടിക്കുന്നതിനാ? അച്ഛനല്ലേ. അങ്ങനെ വിളിക്കരുതെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്ത് വിളിക്കും? എനിക്കറിയില്ല അങ്കിൾ, എനിക്കറിഞ്ഞൂടാ അങ്കിൾ. അംബിക, കുഞ്ഞുങ്ങളെ നല്ലതേ പറഞ്ഞു പഠിപ്പിക്കാവൂ, അല്ലാതെ അച്ഛനെ കയറി കുമാരേട്ടാന്ന് വിളിപ്പിക്കരുത്. എന്നാ ഈ അച്ഛൻ ഉണ്ടായത്? ഇപ്പൊ എവിടുന്ന ഈ സ്നേഹം കയറി വന്നത്? എല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു അംബിയെ. യഥാർത്ഥ സ്നേഹം ഭാര്യയ്ക്കും കുഞ്ഞിനും മാത്രമേ ഉണ്ടാവൂ. നമുക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാം. ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ? ഇപ്പൊ മുതല്. നിങ്ങളുടെ കൂടെ ഈ ജന്മത്തിലെന്നല്ല, ഇനി 7 ജന്മം ജനിച്ചാലും ഞാൻ താമസിക്കില്ല. ഈ വീട്ടില് മൊത്തത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. നീ കൂടെ എന്നെ തള്ളി പറയരുത്. ഞാൻ തള്ളി പറഞ്ഞാൽ എന്താ? വേറെ ഭാര്യ അവളുടെ വയറ്റിലൊരു കുഞ്ഞും ഉണ്ടല്ലോ, പിന്നെ ഒറ്റപ്പെടുന്നത് എങ്ങനെയാ? അംബിക, എപ്പോഴും നീ ഇത് തന്നെ പറയല്ലേ? സിദ്ധാർത്ഥന്റെ മുമ്പിൽ വെച്ച് നമ്മൾ കോംപ്രമൈസ് ആയതല്ലേ? കോംപ്രമൈസോ? അത് ഒരിക്കലും ഉണ്ടാവില്ല. സത്യം തെളിയിക്കുമെന്ന് വീമ്പിളക്കിയപ്പോ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ നിന്നേ ഉള്ളൂ. ഇനി ഒരു ജീവിതം ഒരുമിച്ചുണ്ടാവില്ല. വാ മോളെ. അച്ഛനാ കപ്പിയാരെന്നൊക്കെ പറഞ്ഞിട്ടേ അടുത്ത് കൂടാൻ വരും. അടുപ്പിക്കരുത്. വാ. ഇവിടെയല്ലേ കിടക്കുന്നേ? ഗതികേടുണ്ട് എന്ന് വെച്ച് ആത്മാഭിമാനം പണയം വെച്ചിട്ടില്ല. സ്വന്തം മകനെ കാശിനു വേണ്ടി വിൽക്കുന്ന ഒരു തന്തയെ എന്റെ ആയുസ് ഞാൻ കണ്ടിട്ടില്ല. ഈ കണക്കിന് പോയാൽ നിങ്ങൾ എന്നെയും വിൽക്കും. പുരാവസ്തുക്കൾക്കൊന്നും ഇപ്പൊ പഴയ മാർക്കറ്റില്ല. ആർക്കും വേണ്ടാതേ. അയ്യോ, അല്ലെങ്കിൽ ഞാനൊരു കൈ നോക്കിയേനെ. ഉദാഹരണം പറഞ്ഞാണോ? നിങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കിയാലേ ഞാൻ പുരാവസ്തു അല്ല, പത്തരമാറ്റ് തങ്ക. നിങ്ങൾ ഇനി നന്നാകാനൊന്നും പോകുന്നില്ല. എനിക്ക് ആ പ്രതീക്ഷയൊക്കെ പോയി. അവന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. ഒരേ ഒരു മകനുള്ളവനെ വഴിപഴപ്പിച്ചില്ലേ? 2 പെണ്ണുങ്ങള്, അതിൽ 2ലും മക്കള്. അവൻ ഇനി എങ്ങനെ ജീവിക്കും? അവൻ മിടുക്കനാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കും. ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അങ്ങ് കൊണ്ടുപോയാൽ മതിയെന്നേ. നിങ്ങൾക്ക് ഇപ്പോഴും അത്തരം ബന്ധങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അമ്മിണിക്കും മത്സരയ്ക്കും ഒക്കെ പണം കടം കൊടുത്തിട്ട് പലിശ പണമായിട്ടല്ല വാങ്ങിയെന്നും എനിക്കറിയാം. ക്ഷമിച്ചതാ. ഈ കുടുംബം തകർന്നു പോകാതിരിക്കാൻ വേണ്ടി കണ്ണടച്ചതാ. ഒക്കെ വേണുവിന് വേണ്ടിയായിരുന്നു. പക്ഷെ അവനെ നിങ്ങൾ നശിപ്പിച്ചു. ഇനി എനിക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല. എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. മരണത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാടി. എന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്റെ കാര്യോ? വന്ന് കിടക്കാൻ നോക്ക്. ഞാൻ അങ്ങനെ മരിക്കുവൊന്നും ഇല്ലടി. കാശ് എത്ര പുറത്തൊന്നറിയാവോ? അതൊക്കെ തിരിച്ചു പിടിക്കാതെ ഞാൻ ചാവത്തില്ല. നേരെ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും. നീ എന്നെ ഇങ്ങനെ ശപിക്കല്ലേടി സാവിത്രി. നിനക്ക് വേണ്ടിയല്ലേ എല്ലാം. എന്താ? ഒന്നുമില്ല, നീ ഇപ്പോഴും ചെറുപ്പമാന്ന് പറയുമായിരുന്നു. എന്റെ വായിരിക്കുന്ന വല്ലതും കേക്കും കേട്ടോ. പാതിരാത്രിക്ക് പുരാവസ്തു വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. നീ എന്താ ഇവിടെ? അംബിക ഈ മുറിയിലെ കിടപ്പ് നിർത്തിയില്ലേ? ഇനി എനിക്ക് അവകാശപ്പെട്ട മുറിയായത്. അല്ല, ഒരു കാലത്തും നിന്നെ ഈ മുറി കിടത്തില്ല ഞാൻ. എന്നാ വേണ്ട, നമുക്ക് 2 പേർക്കും കൂടി എന്റെ മുറി കിടക്കാം. എനിക്ക് മനസ്സിലായിടി. എന്റെ ഒപ്പം കിടന്നിട്ട് ബന്ധാങ്ങ് സ്ഥിരാക്കാനല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ സ്ഥിരമല്ലേ? അല്ല, കണ്ടവന്റെ കൊച്ചിനെ തന്ത്യാവ എന്നെ കിട്ടില്ല. വേണു എപ്പോഴും ഇങ്ങനെ പറയരുത് കേട്ടോ. സ്വന്തം കുഞ്ഞിനെ തള്ളി പറയരുത്. ഇതു ഞാൻ നിന്നോട് നല്ല വാക്കിന് പറയാ. എന്റെ ജീവിതം വെച്ച് നീ കളിക്കരുത്. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റെ അല്ലെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഉള്ള സത്യം നീ എല്ലാവരും തുറന്നു പറഞ്ഞ നിനക്ക് വേണമെങ്കിൽ ഞാൻ സ്വർണം കൊണ്ട് ഞെറ്റിപ്പട്ടം കെട്ടിയ ആനയെ കൊണ്ടുതരാം. അയ്യേ, ഭർത്താവിന് പകരം ആനയെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് എന്റെ കെട്ടിയോനെ മതി. ഏത് കെട്ടിയോൻ? ഇത്
സത്യം പറയടി, ഇതാരുടെ കുഞ്ഞാ? നീ ആരുടെ കൂടെ പണ്ടാറടങ്ങിയ കൊച്ചായത്? പറ. എനിക്കൊരാളേ ഉള്ളൂ, അതെന്റെ കുഞ്ഞിന്റെ അച്ഛനാ, ഈ വേണുഗോപൻ. ഇറങ്ങി പോടി എന്റെ മുമ്പിൽ, അല്ലെങ്കിൽ കിട്ടുന്നിടത്ത് വെച്ച് വീക്ക് ഞാൻ. ഇറങ്ങി പോടി. ഞാൻ ഇറങ്ങിപ്പോകാം, പക്ഷെ വയറ്റിൽ കിടന്ന് നമ്മുടെ കുഞ്ഞിതെല്ലാം കേൾക്കുന്നുണ്ട്, ആ ഓർമ്മ വേണം. എന്താ? എപ്പോ കാണണമെന്ന് തോന്നിയാലും വിളിച്ചാ മതി, അല്ലെങ്കിൽ അങ്ങോട്ട് വന്നാലും മതി. എന്തു പറ്റി? മുറിന്ന് ഇറക്കി വിട്ടോ? ഏത് മുറിന്ന്? ഞാൻ കണ്ടു പതുങ്ങി പതുങ്ങി കയറി പോകുന്നത്. കൊച്ചിന്റെ അച്ഛനെ ഫിക്സ് ചെയ്തോ? ഫിക്സ് ചെയ്യാൻ എന്താ, നിന്നെ പോലെ അഴിഞ്ഞാടി നടക്കുമല്ല ഞാൻ. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ വേണുഗോപനാ. അല്ലെന്നല്ലേ അങ്ങേര് പറയുന്നേ? അങ്ങനെ പറഞ്ഞ സ്വന്തം കുഞ്ഞ് അല്ലാണ്ടാവോ? അതെനിക്കറിയാൻ വയ്യ. കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് അത് സ്വന്തം കുഞ്ഞല്ലാന്ന് പറയുന്നത് വേണുവേട്ടന്റെ ഒരു ഹോബിയാ. അത്തരം തമാശയിൽ പെട്ടുപോയതാ ഞാനും എന്റെ മോളും. നിനക്കും ആ ഗതി വരരുത്. എനിക്ക് ആ ഗതിയൊന്നും വരില്ല. നാളെ എന്റെ അമ്മയെങ്ങി വരും, കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അമ്മ പോവും. നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി? എന്തിനാ? അല്ല, ഗർഭത്തിന്റെ കാലാവധി ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. നീ എന്തിനാ അതറിയുന്നത്? എനിക്ക് വേണ്ടിട്ടല്ല, എല്ലാവർക്കും കൃത്യമായിട്ടൊന്ന് ബോധ്യപ്പെടാനാ. ആരെ വേണമെങ്കിലും ബോധ്യപ്പെടുത്താം, അതിന് നീ മുൻകൈ എടുക്കണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒന്ന് ഇറങ്ങി തന്നാ മതി. ഞാൻ എപ്പോ വേണമെങ്കിലും ഇറങ്ങാൻ തയ്യാറാ. പിന്നെ ഇവിടെ അടിഞ്ഞുകൂടുന്ന എന്തിനാ? കാണാൻ. ഇനി ഇവിടെ നടക്കുന്ന കളികളും മത്സരങ്ങളും ലൈവായിട്ട് കാണാൻ. ഐസിയിൽ നിന്ന് ഇറങ്ങുന്നവരെ നിനക്ക് ആശുപത്രിയിൽ നിൽക്കാമായിരുന്നു. എന്തിന്? അവള് ചത്താലെന്താ ജീവിച്ചാലെന്താ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്നാലും മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും. എനിക്കാരെയും ബോധിപ്പിക്കേണ്ട മുത്തശ്ശ. അപകടം പറ്റിയെന്നറിഞ്ഞപ്പോ മരിക്കണേന്ന് പ്രാർത്ഥിച്ചതാ ഞാൻ. പക്ഷേ ഇപ്പൊ അങ്ങനെയും തോന്നില്ല. എന്തെങ്കിലും ആവട്ടെ. ചത്ത് കിട്ടിയ അർജുൻ രക്ഷപ്പെട്ടില്ലേ? അറിയില്ല, എനിക്ക് അവന്റെ മുഖത്ത് നോക്കുമ്പോ ഒരു പേടി. എന്താ മോളെ അങ്ങനെ പറഞ്ഞത്? കുഞ്ഞുനാള് മുതൽ അവന്റെ മുഖമൊന്ന് മാറിയാ അത് മനസ്സിലാവൂ എനിക്ക്. മുത്തശ്ശ, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പരിഭ്രമം അവന്റെ മുഖത്തുണ്ട്. മനസ്സിലായില്ല. എനിക്കും മനസ്സിലായില്ല. മൈനയ്ക്ക് അപകടം പറ്റിയാൽ അവന് സങ്കടമല്ലേ ഉണ്ടാവേണ്ടത്? അല്ലെങ്കിൽ ഒരു പേടിയല്ലേ മുഖത്ത് വരേണ്ടത്? ഇതൊന്നുമല്ല. ചില കാര്യങ്ങൾ മറച്ചു വെക്കാൻ നേരത്ത് അവന്റെ മുഖത്തൊരു വിളർച്ചയും പരിഭ്രമവും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്തൊളിക്കാനാവൻ? മുത്തശ്ശ, ഒരു ഡ്രൈവർ പോലും കൂട്ടാതെ മൈനയുമായിട്ട് ഇത്ര ദൂരം പോവുക, അവിടെ ചെന്ന് റൂം എടുക്കുക, പിന്നെ ആരൊക്കെയോ വന്ന് അവനെ ബോധം കെടുത്തിയിട്ട് മൈനയും കൊണ്ട് പോവുക. ഇതിലൊക്കെ എന്തോ പ്ലാനിങ് ഉള്ളത് പോലെ. അർജുനൻ കരുതിക്കൂട്ടി ചെയ്തെന്നാണോ? അതറിയില്ല. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ അവനെ കടുത്ത സ്നേഹമൊന്നുമില്ല മൈനയോട്. എന്തോ കണക്കുകൂട്ടലോടെ നടക്കുക ചെക്കൻ. ഒക്കെ നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. മറിച്ച് ആരോടാണെങ്കിലും മുത്തശ്ശൻ ഇത് പറയാം. എന്നോട് മാത്രം പറയരുത്. കാരണം ഞാൻ വളർത്തിയ കുട്ടിയവൻ. അവന്റെ ഒരു പുരുകക്കൊടിയുടെ ചലനം പോലും എനിക്ക് മനസ്സിലാവും. മൈന ആ കിടപ്പിൽ മരിക്കുന്നത് തന്നെയാ മുത്തശ്ശ നല്ലത്. അതിപ്പോഴാ ഞാൻ ചിന്തിക്കുന്നത്. എന്താ മോളെ? മൈനയ്ക്ക് ബോധം തെളിഞ്ഞാൽ അവൾക്ക് അർജുനെ കുറിച്ച് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലോ മുത്തശ്ശ? അതായിരിക്കും അവന്റെ ടെൻഷൻ. എനിക്ക് മൈന മരിക്കുന്നതല്ലേ നല്ലത്. അതെ, മരിക്കണം.
പരിഭവമല്ലാന്ന് എനിക്കറിയാം. നീ പറ, ഞാൻ എന്താ വേണ്ടേ? കൂടുതൽ സ്നേഹിക്കണമെന്നാണ് നീ പറയുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ സ്നേഹം എന്റെ മനസ്സിലില്ല. ഉണ്ടാവില്ല. പലർക്കും വീതിച്ചു കൊടുത്തിട്ട് ബാക്കി വരുന്ന സ്നേഹം അളന്നു തൂക്കി തരയല്ലേ എനിക്ക്. അല്ല ഗൗരി, സ്നേഹത്തിന് അങ്ങനെ അളവുകോലില്ല, വ്യത്യസ്തതകളേ ഉള്ളൂ. അനിയത്തിമാരെ സ്നേഹിക്കുന്ന കണ്ണുകൊണ്ടല്ലോ നിന്നെ മോളെ സ്നേഹിക്കുന്നത്. അത് രണ്ടും രണ്ടല്ലേ? 2 4 അതൊന്നും എനിക്കറിയില്ല. ഹരിക്ക് എന്നോട് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. തിരിച്ച് സ്നേഹിക്കുന്നതിന് ആരുടെ സമ്മതപത്രം വേണ്ടല്ലോ. നിന്റെ സ്നേഹം എനിക്ക് എന്റെ ജീവിതമല്ലേ ഗൗരി? പിണങ്ങിയാലും ബഹളം വെച്ചാലും നീയല്ലേ ഗൗരി ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത്. ഞാൻ എന്ത് വേണം? നീ പറയും പോലെ കേട്ട് ജീവിക്കണം. അങ്ങനെ ഒരു ഭർത്താവിനെയാണോ നിനക്കിഷ്ടം? അല്ല, ഞാൻ അങ്ങനെയൊന്നും ഹരിയെ നിർബന്ധിച്ചിട്ടില്ല. എല്ലാ സ്വാതന്ത്ര്യങ്ങളും അധികാരങ്ങളും ഹരിക്കുണ്ട്. എന്റെ ശരീരത്തിൽ ഞാൻ ഹരിക്ക് അധികാരം തന്നിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സ് കാണാനുള്ള കഴിവ് കൂടി ഹരിക്കുണ്ടാവണം. വെക്കാനും വിളമ്പാനും വഴങ്ങാനും മാത്രമുള്ളതല്ല ഭാര്യ. എനിക്കറിയാം. മറ്റാരെക്കാളും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നിന്റെ മനസ്സിന്റെ നന്മ അറിയാം. ഈയിടെയായിട്ടും ഹരി എന്നെ തീർത്തും അവഗണിക്കുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്റെ തെറ്റ്. ഇനി ഉണ്ടാവില്ല. ഇനി പിണങ്ങില്ല നമ്മള്. പോരെ? നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇനി മൈനെ കാണാൻ ഞാൻ പോവില്ല. അത് പോരെ ഡോക്ടറെ? പോണ്ടെന്നൊന്നും ഞാൻ പറയില്ല. എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. പക്ഷെ ഒരു കാര്യം വാക്ക് തരണം ഹരി. ഞാനൊരു ഭാര്യ, ഭർത്താവ് എന്റേത് മാത്രമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ഭാര്യ. ഞാൻ ഹരിയെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം തെറ്റിക്കരുത്. ഇല്ല. പിന്നെന്തിനാ ചെമ്പരത്തി പൂക്കളെ തേടി പോകുന്നൊക്കെ പറഞ്ഞതോ? ചെവിയിൽ വെക്കാൻ. എന്താ? 2 ചെവിയിലും വെച്ചോണ്ട് തുള്ളാൻ. എന്റെ ഡോക്ടറെ, ദേഷ്യം വരുമ്പോ അങ്ങനെ പലതും പറയും. അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ പാടുണ്ടോ? വീട്ടിലൊരു പൂന്തോട്ടം കാത്തിരിക്കുമ്പോ ആരെങ്കിലും പൂ പറിക്കാൻ പുറത്തു പോകൂടി. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ അർജുന. ഇതിപ്പോ തീ ചവിട്ടി എന്നുള്ള കളിയാ. കാശ് വാങ്ങിച്ച് എന്റെ കയ്യിൽ നിന്ന് ചെലവായി പോയി എന്ന് വെച്ച് തരില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തരും. പക്ഷെ കുറച്ച് സാവകാശം വേണം. കാശല്ല ഇവിടുത്തെ പ്രശ്നം. അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം. പക്ഷെ പണം തിരിച്ചു വേണമെന്നല്ലേ ജോണി പറയുന്നേ? ഞാനല്ല, എനിക്കൊരു ഇടനിലക്കാരന്റെ റോളേ ഉള്ളൂ. പറയുന്നത് രാജേന്ദ്ര സേട്ടാ. അയാൾക്ക് വാക്കൊന്നേ ഉള്ളൂ. അത് വേണുവിന് അറിയാവുന്നതല്ലേ. ഒരു ഡീലും അയാൾ വെച്ച് മടക്കില്ല. പെണ്ണാണ് അയാളുടെ വീക്ക്നെസ്. പ്രത്യേകിച്ച് മലയാളി പെണ്ണുങ്ങളോട് ഒരുതരം ഭ്രാന്താണ് അയാൾക്ക്. ഞാൻ മൈനയുടെ ഫോട്ടോ കാണിച്ചപ്പോ മുതൽ ഇരിക്കപ്പൊറുതിയില്ല നടക്കുകയാണ് അയാൾ. കാശ് മടക്കി കൊടുക്കാം, ഇതിലും സുന്ദരിയെ കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞു നോക്കി ഞാൻ. നടക്കില്ല. നമുക്ക് ചുറ്റുമുണ്ട് സേഠ്ജിയുടെ ആളുകൾ. തോക്കൻ കുഴൽ കൊണ്ട് മാത്രം മറുപടി പറയുന്നവർ. ഇതെന്താ ജോണി, വെള്ളരിക്കപ്പെട്ടണോ? മുമ്പെന്നല്ല കേരളം ഇത്. ഒരു പെണ്ണിന് വേണ്ടി കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ പേടിക്കുന്നത്? അർജുന്റെ അറിവുകേട് കൊണ്ടായി പറയുന്നേ. കേരളം കേന്ദ്രീകരിച്ച് എത്ര സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കണമെന്നറിയോ? അല്ലെങ്കിൽ പിന്നെ ഗോവിന്ദചാമയ്ക്കും ബണ്ടിച്ചോറിനൊക്കെ വേണ്ടി വാദിക്കാൻ ലക്ഷങ്ങൾ സിറ്റിംഗ് ഫീസ് മേടിക്കുന്ന അഡ്വക്കേറ്റ്സ് വരുമോ? മെട്രോപൊളിറ്റൻ സിറ്റിയിൽ കേന്ദ്രീകരിച്ച് വൻകിട സെക്സ് റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ വേരുകൾ അങ്ങ് വിദേശത്ത് വരെയുണ്ട്. ഞാനിപ്പോ എന്ത് വേണമെന്നാ? ഒരു സൊല്യൂഷൻ, ഒരൊറ്റ സൊല്യൂഷൻ. മൈന ഇറക്കി തന്നാ മതി. ഇനി അബദ്ധം പറ്റില്ല. നമ്മളല്ല, സേഠ്ജിയുടെ ആളുകൾ നേരിട്ട് വന്നു കൊണ്ടുപോയിക്കോളും. ഓ, ഈ ഗതികേട്ടിൽ വന്നു വിടുമ്പോ ഇത്രയും വിചാരിച്ചില്ല ഞാൻ. എന്തെങ്കിലും ചെയ്യാം, അവൾക്ക് ബോധം തെളിയട്ടെ. മൈന, മൈന, are you okay? മൈന, are you okay? Good. You are okay now.
ഗൗരി ഗൗരി ആ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ വിളിച്ചു. മൈനയ്ക്ക് ബോധം തെളിഞ്ഞു എന്ന്. ഓ എല്ലാരെയും തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചു ഹരി. തലയിൽ ഇന്റേണൽ ഇഞ്ചുറി വന്ന ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാ. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല. ബോധം തെളിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സന്തോഷമായി. കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ തോന്നിയില്ല. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഗൗരി. വർക്ക്ഷോപ്പിലേക്കാണോ? അതെ, എന്താ? ഞാനും കൂടി വന്നാ എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു ജോലി തരാമോ? വർക്ക്ഷോപ്പിലേക്കോ? അവിടെ നിനക്കെന്ത് ജോലിയാ? എനിത്തിങ്. വീട്ടിലിരുന്ന് മടുത്തു. മനസ്സാ, മൈനയ്ക്ക് ബോധം തെളിഞ്ഞു. ഡോക്ടർ വിളിച്ചിരുന്നു. ശരിക്കും സുഖമായോ? അതറിയില്ല. ഞാനും ഗൗരി അങ്ങോട്ട് പോവാ. നീ വരുന്നുണ്ടോ മനസ്സാ? ഇല്ല, ഏട്ടൻ പോയിട്ട് വാ. അല്ല, നമുക്കൊന്ന് പോയി കണ്ടാലോ? വേണ്ട സിധു, എനിക്കിനി അവളുടെ മുഖം കാണണ്ട. തെറ്റുകൾ മറച്ചുവെച്ച് നടന്ന അവളോട് ഇനി മനസ്സുകൊണ്ട് അടുക്കാൻ പറ്റില്ല എനിക്ക്. ഇത്രയ്ക്കൊക്കെ വാശി വേണോ? വേണം. എന്റെ വിശ്വാസത്തെ വഞ്ചിച്ചത് അവള്. അത് ഞാൻ സഹിക്കില്ല. മനസ്സിൽ നിന്ന് ആ മുഖം മായ്ച്ചു കളയാൻ ശ്രമിക്കാൻ ഞാൻ. ഗീതു, അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. നന്നായി. വലിയ ചടങ്ങായിട്ടൊന്നും വേണ്ട. ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് താലി കെട്ടാം. ഒരു വിശ്വാസത്തിന്. താലി കെട്ടിയെന്നറിഞ്ഞ അംബിക പിന്നെ ഇവിടെ നിൽക്കില്ല. നിർത്ത്. നീ പറഞ്ഞൊന്നും നടക്കാൻ പോകുന്നില്ല. അംബികയല്ല, നീ എവിടെ നടക്കാൻ പോകുന്നേ? ചുമ്മാ തമാശ പറയല്ലേ വേണോ? ഗീതു, ഞാൻ വിളിക്കാതെ ഈ വീട്ടിലേക്ക് കയറി വന്നതാ നീ. അതുകൊണ്ട് ഞാൻ ഇറക്കി വിടുമ്പോ നീ ഇറങ്ങി പോണം. ഈ നിമിഷം തന്നെ. എടുക്കാനുള്ളല്ലോ എടുത്തോ. ഞാൻ ഇവിടുന്ന് പോവാനോ? പിന്നെ ഞാൻ എന്റെ കുഞ്ഞിനോടെന്ത് പറയും? അതിനൊരു അച്ഛന്റെ സംരക്ഷണം വേണ്ടേ? ഏതെങ്കിലും ഒരു അച്ഛനെ സംഘടിപ്പിച്ചാൽ മതിയെങ്കിൽ കാശ് കൊടുത്ത് ഞാൻ ആരെങ്കിലും ഏർപ്പാട് ചെയ്യാം. അല്ലാതെ ഏതൊരു തെണ്ടിയുടെ കൊച്ചെ എന്നെ അച്ഛന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേറെ ആരുടെയും കുട്ടിയല്ല, വേണുവിന്റെ കുട്ടി എന്റെ വയറ്റില്. ഗീതു, എന്റെ ഒരു സ്വഭാവം മാത്രം നിനക്കറിയോ? ഒരു മുഖം മാത്രം നീ ശരിക്കും കണ്ടിട്ടുള്ളൂ. ഒരാളെ കൊല്ലാനാണെങ്കിൽ വരെ ഒരു പൂ പറിക്കുന്ന പോലെ ഞാനത് ചെയ്യും. ഇറങ്ങടി. എന്റെ സമരം തെറ്റുമ്പോ ഇറങ്ങ. വിടല്ല പറഞ്ഞത്. വിട്. നീ എന്നെ തല്ലിയോ? ഇവിടെ വാടി. എന്താടാ ഇത്? അച്ഛൻ ഇതിൽ ഇടപെടണ്ട. ഇവളെ ഞാൻ ഇറക്കി വിട്ടോളാം. അതൊന്നും പറ്റില്ല. ഇവളെന്റെ മരുമോളാ. ഇവളെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇവിടെ കയ്യാങ്കളി ഒന്നും പറ്റില്ല. ഇറക്കി വിടാനാണെങ്കിൽ ഇവിടെ ആൾക്കാരെ വിളിച്ചു വരുത്ത്. എന്നിട്ട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. എന്തു പറഞ്ഞ് ബോധ്യപ്പെടുത്താനാ? ഇവന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്റെ കുഞ്ഞല്ല, എനിക്കറിയില്ല. വേണുവിന്റെ കുട്ടിയാ. എനിക്ക് വേറെ ആരുമായിട്ടും ബന്ധമില്ല. വേണുവിന്റെ കുട്ടി തന്നെയാ. ഇറങ്ങി പോടി. വേണു